കാസർഗോഡ് ബന്ദിയോട് കാണാതായ 10ാം ക്ലാസ്സുകാരിയുടെയും ഓട്ടോറിക്ഷ ഡ്രൈവറുടെയും 42-കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപം തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കാണാതായി 26ാം ദിവസമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വീടിന് അരികിൽ പെൺകുട്ടിയുടെ വീടിന് 1/2 കിലോമീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വലിയ തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. കാസർഗോഡ് മംഗലാപുരം മേഖലകളിലടക്കം അവിടേക്ക് അവർ പോയിരിക്കാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. എന്നാൽ വീടിന് അരികിൽ തന്നെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് മൃതദേഹങ്ങൾ നിലത്തിറക്കിയ ശേഷം കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. അതിനുശേഷം മാത്രമേ എന്താണ് ആത്മഹത്യ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളിലടക്കം വ്യക്തത വരികയുള്ളൂ. ഏതായാലും 26 ദിവസത്തോളം വലിയ ആശങ്കയിലാക്കിയ കുടുംബത്തെ, പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും കുടുംബം ആശങ്കയിലായിരുന്നു. ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയെന്ന് കരുതി ഇരുന്നതായിരിക്കാം വീട്ടുകാരടക്കം. ഏതായാലും പക്ഷേ ദാരുണമായ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ വീട്ടുകാരെ തേടി എത്തിയിരിക്കുന്നത്. അതും വീടിന് സമീപത്ത് തന്നെ. 26 ദിവസവും അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ മൃതദേഹങ്ങൾക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് വലിയ തരത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരെ ഉൾപ്പെടുത്തി അന്വേഷണം വിപുലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് എന്താണ് ആത്മഹത്യ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം കൂടുതൽ വ്യക്തത സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും പെൺകുട്ടിയും ഈ 42 പെൺകുട്ടിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 15 വയസ്സുകാരിയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർ 42 വയസ്സുകാരനാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദം കുടുംബത്തിന് അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം അവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു ദാരുണമായ ഒരു സംഭവം. 26 ദിവസത്തിന് ശേഷം ഈ രണ്ടുപേരെ കാണാതായതിനു ശേഷം 26 ദിവസത്തിന് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്നാണ് ഇവർ ഈ ആത്മഹത്യ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം ആത്മഹത്യ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാൻ കഴിയുകയുമുള്ളൂ. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 26 ദിവസമായിട്ടും രണ്ടുപേരെ കണ്ടെത്താൻ കഴിയാത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. നാട്ടുകാരടക്കം തന്നെ തെരച്ചിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി വരികയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ 2 പേരെയും, ആ 15 വയസ്സുകാരിയും ഒപ്പം തന്നെ 42 വയസ്സുകാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ സിജു കണ്ണൻ ഒരിക്കൽ കൂടി ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാസർഗോഡ് ബന്ദിയോട് നിന്ന് കാണാതായ 15-കാരിയെയും 42-കാരനെയും ഓട്ടോ ഡ്രൈവറെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വീടിന് 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുറ്റിക്കാട് അക്കേഷ്യ മരങ്ങൾ നിറഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാൻ ഉള്ളത്.